ശ്രീഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്നഹം ശങ്കാഹീനമുരച്ചിടം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥ ഗന്ധോൽക്കടം നാനാഖ്യാനകേസരം ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേയീയമാനം മുദാ ഭൂജദ്ഭാരതപങ്കജം കലിമലത്പ്രധ്വംസിന ശ്രേയസേ. കശ്യപന്റെയും തക്ഷകന്റെയും സംവാദം. ജന്മങ്ങളേറ്റമിനിയുമുണ്ടാകിലും നിർമ്മലന്മാരായ ഭൂമിദേവന്മാരിൽ ഉണ്ടാകരുതണു മാത്രമവമാനമുണ്ടാക വേണമിളകാത്ത ഭക്തിയും എന്നതനുഗ്രഹിക്കേണം. വിശേഷിച്ചുമൊന്നുണ്ടു ഞാൻ അപേക്ഷിക്കുന്നു പിന്നെയും. മർത്യനായാൽ മരിപ്പാൻ തുടങ്ങും നേരം കർത്തവ്യമെന്തു മോക്ഷത്തിനു ചൊല്ലണം എന്നു രാജാവു ചോദിച്ചതു കേട്ടപ്പോൾ അന്യോന്യമാലോകനം ചെയ്തവർകളും വേദവേദാന്ത ശാസ്ത്രാദികളിൽ തിരഞ്ഞേതേതു നല്ലതെന്നോർത്തിരിക്കും നേരം കൃഷ്ണവർമാഭയാകാണായിതന്തികെ കൃഷ്ണതനൂജനം ശ്രീശുകൻ തന്നെയും ഒന്നാശുമിനിസഭാതലമന്നേരം ഇന്ദ്രസഭാന്തേ ബൃഹസ്പതി സൽഗുരു വന്നതുപോലെ വിളങ്ങി സഭാതലം. സുന്ദരരൂപൻ നിഗംബരൻ നിർമ്മലൻ ഗർഭപാത്രത്തിൻ കിടന്ന നാളെ പുരമുക്തനായുദ്ഭവിച്ചോരു തപോധനൻ മന്ദമന്ദമെഴുന്നള്ളിയന്നേരത്തു മന്ദേതരം മാന്യസ്ഥാനവും നൽകിനാർ. പാദ്യവുമാചനീയവുമർഘ്യവും ആദ്യമാം ആസനവും മധുവർക്കവും വേദ്യമമ്പണ്ണ വിധായ തെളിഞ്ഞഭിവാദ്യവും ചെയ്തു നിന്നു നൃപേന്ദ്രാദ്യയും. ഞങ്ങളോടിന്നു ചോദിച്ച ചോദ്യത്തെ നീ മംഗലാത്മാവേ തെളിഞ്ഞു ചോദിച്ചാലും. ശ്രീശുകനായ തപോധന ശ്രേഷ്ഠനോടാശു തീരും ബഹു സംശയമേവർക്കും. മേലിൽ കലിയുഗത്തിങ്കലുള്ളോർകൾക്കു നാലാം പുരുഷാർത്ഥ സാധനമായി വരും. അന്ത്യകാലത്തിങ്കലേതു മനുഷ്യനാൽ ചിന്ത്യമെന്തെന്തൊന്നു കർത്തവ്യമായതും ശ്രോതവ്യമാകുന്നതെന്തെന്നു മാതരാൽ മോദാലരുൾ ചെയ്ക വേണം ദയാനിധേ. ആസന്ന മൃത്യുവായോരടിയൻ തവ ദാസപാദംബുജ ഭക്തജനോത്തമൻ മോക്ഷൈക സാധനമായുള്ളതിപ്പോഴെ സാക്ഷാലടിയനുപദേശിച്ചിടണം. ശിഷ്യോഹമെന്നഭിവാദ്യവും ചെയ്തു സന്തുഷ്ട്യാ പവിത്രം ധരിച്ചിരുന്നിടിനൻ. മന്ദസ്മിതന്വിതൻ ബ്രഹ്മജാതൻ ഗുരു വന്ദനവും ചെയ്തരുൾ ചെയ്തിതു ഉത്തരം. ധ്യേയനാകുന്നതും വിഷ്ണുനാരായണൻ ശ്രോതവ്യമാകുന്നതും തൽക്കഥാമൃതം കർത്തവ്യമാകുന്നതുമഭിവന്ദനം ചിത്തം തെളിഞ്ഞു കേൾക്കെന്നരുളി ചെയ്തു. ശ്രീശുകൻ ചൊല്ലുന്ന ഭാഗവതം കേട്ടൊരാശയും കൂടാതെ നാരായണൻ തങ്കൽ ഏകീഭവിച്ചുള്ളൊരാത്മാവിനോടുകൂടെ കാന്തസൗഖ്യം കലർന്നു മരുവുമ്പോൾ ഏഷണപാശങ്ങളൊക്കവേ ഖണ്ഡിച്ചാനേഴാം ദിവസവും അസ്തമിച്ചു തഥാ. ഭൂപതി ചൊന്നാനമത്യരോടന്നേരം ശാപഭയമെനിക്കില്ലെന്നതും വന്നു. താപസൻ തന്ന ഫലമുപജീവിച്ചു താപം കെടുക്ക നാം എന്നതു കേട്ടവർ പാരായിക വാരണയ്ക്കെന്നവർ ചൊല്ലിനാർ. പാരിലിന്നു
പാരിന്നു നാഥൻ പരീക്ഷിത്തു മാതരൽ ഏവരുമൊന്നിച്ചു തിന്നു തുടങ്ങിനാർ സേവകന്മാർക്കു കൊടുത്തു ദ്രുപതിയും താനുമെടുത്തൊരു നൽബലം ഭക്ഷിപ്പൻ കാണായിതു ചുവന്നോരു കൃമിയതിൽ ബ്രാഹ്മണ ഭക്തനം ഭൂപതി ചൊല്ലിനൻ ധാർമ്മികന്മാരാമമാത്യരോടന്നേരം തക്ഷകനെന്നു പേരിട്ടുകൊണ്ടിപ്പോൾ നാം ഈ കൃമിയെ കൊണ്ടു തന്നെ കടിപ്പിച്ചാൽ ഭൂദേവശാപം അസത്യമായും വരാഖേദം നമുക്കു വരികയുമില്ലല്ലോ നല്ലതിന്നാരവരുമൊഴിക്കരുതല്ലോ വിധി വിഹിതമൊരു ജാതിയും മന്ദമെടുത്തു അണച്ചപ്പോൾ ദന്തശുകാധിപനാകിയ ദക്ഷകൻ ചുറ്റിനാൻ ഭൂപതി തന്നുടലൊക്കവേ മറ്റുള്ളവർ ഭയത്തോടു മോടിയിടിനാർ ഹാലാഹലാനലജ്വാലയോ ജാലയാ ഭൂപതി കോലാഹലത്തോടു നാഗലോകം ബുക്കാൻ ദുഃഖിതന്മാരാമമാത്യരു ശേഷക്രിയ പുത്രനെ കൊണ്ടു ജയിപ്പിച്ചാർ രാജാഭിഷേകവും ചെയ്തു നാനാജന പൂജ്യനായി വാണൻ ജനമേജയ നൃപൻ കാശീശപുത്രി അവുഷ്ടമായോടു ഭൂമീശൻ സുഖിച്ചു വസിക്കുന്നതു കാലം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.